പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. അതുല്യയുടെയും വിഭജികയുടെയും പിന്നെ വിഭജികയുടെ മകളുടെയൊക്കെ മരണത്തിൽ നമ്മളേറെ ദുഃഖത്തിലാണ്. വിഭജികയുടെ മരണത്തിനോ അല്ലെങ്കിൽ വിഭജികയുടെ മകളുടെ ആ ഒരു മരണത്തിലോ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന് മുൻപ് നടന്ന മറ്റ് ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള കൊലപാതകങ്ങളോ മരണങ്ങളോ ചർച്ച ചെയ്തതുപോലെ നമ്മൾ വിഭജികയുടെ മരണമോ അല്ലെങ്കിൽ അവരുടെ മകളുടെ മരണമോ ചർച്ച ചെയ്തില്ല എന്നതൊരു സത്യം തന്നെയാണ്. വിഭജികയുടെ മകളുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വിഭജികയുടെ വീട്ടുകാരുടെ നിയമ പോരാട്ടവും പരാജയത്തിലായി. തൊട്ടു പിന്നാലെ അതുല്യയുടെ മരണ വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ വിഭജികയുടെ മരണത്തിന് കുറച്ചും കൂടെ മാധ്യമ ശ്രദ്ധയോ ജനരോക്ഷമോ കിട്ടിയിരുന്നെങ്കിൽ അതുല്യയുടെ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാലാകാലത്തേക്കും ഇത്തരം മരണ വാർത്തകൾ ഒഴിവാക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇവരുടെയൊക്കെ മരണത്തിൻ്റെ കാരണങ്ങൾ സമാനമാണ്. ഗാർഹിക പീഡനങ്ങൾ. ഒരാളുടെ ഭർത്താവ് കാറിൽ കയറി, കല്യാണം കഴിഞ്ഞ് ആദ്യമായി കാറിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചത് 50 പവൻ തികച്ചുണ്ടോ എന്ന്. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ പീഡനമാണെന്ന് പറയുന്നു 2 പെൺകുട്ടികളുടെയും വീട്ടുകാർ. അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇവരെന്തിനാണ് ഈ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചത്? സ്വന്തം മകളെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഈ വീട്ടുകാർക്കില്ലായിരുന്നോ? ഇവരുടെ മകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ഇവർ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഈ തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെച്ചു. കാരണം നാളെ പിറ്റേന്ന് മകൾ ആ വീട്ടിൽ നിന്ന് മടുത്ത് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തൻ്റെ മകളെ അവർ കൊല്ലുകയോ ചെയ്താൽ അവരെ വെറുതെ വിടരുത് എന്നാണ് ഇവർ ചിന്തിച്ചത്. അല്ലാതെ സ്വന്തം മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്ന് ഇവർ ചിന്തിച്ചില്ല. അത്രമേൽ തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇവരുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നിവർക്ക് തോന്നിയില്ല. സുഹൃത്തുക്കളെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന പരിഗണന പോലെ ഇരിക്കും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സൗര്യ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം മകളെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കയറിയ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ പെൺകുട്ടിയെ ജീവനേക്കാളേറെ പ്രിയമാണെന്ന് തോന്നൽ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഒരു ഈള് കൊണ്ട് പോലും നോവിക്കാൻ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ധൈര്യപ്പെടില്ല. പക്ഷേ ഇത് ഈ വന്നു കയറിയ പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർക്കോ വേണ്ട. അവർക്ക് തന്നെ ഇതൊരു ഒഴിയാബാധയാണെന്നൊരു തോന്നൽ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വരുമ്പോഴാണ് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ച വീട്ടിൽ ഒരു പെൺകുട്ടി ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായി തുടങ്ങുന്നത്. അവരുടെ വീട്ടുകാർക്ക് സമൂഹത്തെ ഭയമുണ്ട്, അല്ലെങ്കിൽ മകളെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ മകളൊരു ബാധ്യതയാണെന്നൊരു തോന്നലുണ്ട്. ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഭർത്താവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിലോ ഒരു പെൺകുട്ടിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു ചേഞ്ച് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തകൾ ഒക്കെ വരുന്നത് അവസാനിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമം ഭർത്താവിനെയോ ഭർത്തൃ വീട്ടുകാരെയോ മാത്രം ശിക്ഷിച്ചാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് കരുതി അവരെ വെറുതെ വിടണം എന്നല്ല ഞാൻ പറയുന്നത്. വന്നു കയറുന്ന വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതം കിട്ടുന്നില്ല എന്നറിഞ്ഞിട്ടും അവളെ അവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് അവളുടെ വീട്ടുകാർ. അങ്ങനെ വരുമ്പോൾ ഇത്തരം മരണങ്ങൾക്ക് വീട്ടുകാരും കൂടെ മറുപടി പറയേണ്ടതാണ്. എന്തെങ്കിലും നിയമം നടപടി വീട്ടുകാർക്ക് നേരെയും വരേണ്ടതാണ്. എന്നാൽ മാത്രമേ വീട്ടുകാർക്കൊരു പേടി ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ മകൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മകളെ കല്യാണം കഴിച്ച ആ ആളോ അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ച ആ ഒരു ആളുടെ വീട്ടുകാരോ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വേണ്ട എന്ന നിലപാടാണ് മിക്ക കേസുകളിലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇതിന് ശരിക്കും മാതാപിതാക്കളും കൂടെ, പെൺകുട്ടിയുടെ മാതാപിതാക്കളും പെൺകുട്ടിയുടെ വീട്ടുകാരും കൂടെ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം മരണങ്ങളെയോ ദുരവസ്ഥകളെയോ നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തോട് നിങ്ങൾ എത്ര പേർ യോജിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ പെൺമക്കളെ വളർത്തി മറ്റുള്ളവർക്ക് കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത്
കുറച്ച് പോത്തുകളെ വാങ്ങി വളർത്തുന്നതാണ്. പോത്തും കുട്ടികളെ വാങ്ങി വളർത്തിയിട്ട് അവരെ വളർത്തി വലുതാക്കിയിട്ട് മറ്റൊരാൾക്ക് കയറ് പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും അറക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. ഇത് പെൺകുട്ടിക്ക് ഒരിക്കലും അറക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുകയില്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊല അനുഭവിക്കേണ്ടി വരുന്നു. വീട്ടുകാർക്ക് അതിൽ പ്രശ്നമില്ല. വീട്ടുകാർക്ക് അവിടെ എങ്ങനെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ മാത്രം മതി, ഇങ്ങോട്ട് വരാഞ്ഞാൽ മതി, ഞങ്ങളെ സ്വസ്ഥത കെടുത്താഞ്ഞാൽ മതി, കുട്ടികളൊക്കെ ആയില്ലേ, ഇനി അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു ചിന്ത വീട്ടുകാർക്കും വന്നു. അതിനെക്കാട്ടിലൊക്കെ നല്ലത് കുറച്ച് പോത്തുകളെ വാങ്ങി വളർത്തി അവരെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നതാണ്. ആ പോത്തുകളെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നതാണ്. അതാകുമ്പോൾ ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും, അങ്ങോട്ടേക്ക് പൊന്നും പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ. ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഒരു മകൾ എന്ന നിലയിലും എൻ്റെ മനസ്സിൽ തോന്നിയ സങ്കടങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും അതുല്യമാരും വിഭജികമാരും ആണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. നാളെ ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരാതിരിക്കട്ടെ. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറച്ച് ദിവസം ചാനൽ ചർച്ചയും വാർത്തകളൊക്കെ ഓടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് അവസാനിച്ചു. നിങ്ങൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ച നിങ്ങളുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും സുഖസുന്ദരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് ഓർക്കുക. എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങളെ തേടി എത്താതിരിക്കില്ല. ക്ഷമയോടെ കാത്തു നിൽക്കുക. ഒന്നുമില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് തോന്നുന്ന സ്ത്രീകളോ പെൺകുട്ടികളോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നല്ലാതെ ദയവ് ചെയ്ത് ആത്മഹത്യ ചെയ്യരുത്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും.